കുറേ നാളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് തലപ്പാക്കട്ടി ബിരിയാണി. അപ്പോൾ തലപ്പാക്കട്ടി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ കോയമ്പത്തൂർ വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് കയറുവാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കഴിക്കാൻ. ഇതാണ് എനിക്ക് തലപ്പാക്കട്ടിൻ്റെ പണ്ടാരി. പിന്നെയൊക്കെ ഒരു പൊടി. നമ്മളിന്ന് തലപ്പാക്കട്ടിൽ ബിരിയാണിയിൽ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കോയമ്പത്തൂർ. നാളത്തോടൊപ്പം നോമ്പൊക്കെ തുടങ്ങുന്നതുകൊണ്ട് ഒട്ടും കുറച്ചില്ല. ഒരു മട്ടൻ ബിരിയാണിയും പറഞ്ഞു. വേറെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ്. നാട്ടുകോഴി. നാട്ടുകോഴിയല്ലേ ഇത്? വേറെ ഐറ്റം. ഇത് പേര് പറയുന്നത് എനിക്ക് മാറ്റി പിടിയിട്ടില്ല. നാടൻ കോഴിയോ ഇത് സംഭവം അറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ ബിരിയാണി. ഇങ്ങനത്തെ ചെറിയൊരു 3 പീസ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ചെറിയ ഒരു മുട്ട ഉണ്ടായിരുന്നു. റൈസ് കുറവാണ് അതിനകത്ത്. തമിഴ്നാട്ടിൽ അങ്ങനെ ചെറിയൊരു ബൗളുള്ളൂ. ഇത് കണ്ട മട്ടൻ്റെ പീസ് പോയാണ് എല്ലാം. ഇതെല്ലാം മാംസം എന്ന് പറയാനായിട്ട് ആകെ ഇച്ചിരി ഇവിടെയൊക്കെ ഇത്തിരി കിടപ്പുണ്ട്. മട്ടൻ അങ്ങനെയാണ് കിട്ടുന്നത് ഓൾറെഡി. പിന്നെ എനിക്ക് നമ്മുടെ ആലപ്പുഴയിലെ ഊണുസുഹൃത്ത് ബിരിയാണിയില്ലേ അവരുടെ റൈസാണ് ചെറുകട മട്ടൻ്റെ ഒക്കെ ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കൂട്ടി പോയി എന്തുകൊണ്ട് എനിക്കറിയില്ല. അത് കേരളത്തിൽ ഈ ചോറ് ആൾക്കാർ ഇഷ്ടപ്പെടാണ്ടായിരുന്നു. എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ ഇതിനെക്കാട്ടി ബെറ്റർ ഊണുസുഹൃത്ത് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇവരെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് പേരൊക്കെ ചോദിച്ച് ഫോൺ നമ്പർ മേടിച്ച് ബില്ല് കൊടുക്കാൻ നേരത്തെ അവർ പറഞ്ഞ് ഫീഡ്ബാക്കിന് വേണ്ടി വിളിക്കുമെന്ന് പറഞ്ഞു കമ്പനി. വിളിക്കാൻ പറയാം. ഇത് വന്നിരിക്കണ 2 മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ്റെ കഴിച്ച. ചിക്കൻ്റെ എത്രയാണ്? 300 രൂപ. ആ ഒരു ചെറിയൊരു ലെഗ് പീസില്ലേ ആ വരുന്ന ഒരു ചിക്കൻ കഴിച്ച 300 രൂപ. നമ്മൾ ചിക്കൻ റോസ്റ്റ് എന്ന് പറയും. നമ്മുടെ എന്താണ് അവിടെ ഹാഫ് അൽഫാമ് മേടിയും കിട്ടും നമ്മുടെ ആലപ്പുഴയിൽ. ആ ഒരു സാധനത്തിന് 300 രൂപ എടുത്ത്. മട്ടൻ ബിരിയാണി 307 രൂപ. ടോട്ടൽ നമ്മൾ 2 മട്ടൻ ബിരിയാണിയും ഒരു ഇത് കഴിച്ചത് ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ടോട്ടൽ ബില്ല് വന്നിരിക്കണം GST ഉൾപ്പെടെ 1033 രൂപ വന്നിരിക്കണം. വളരെ ബാഡ് ബില്ല്. ഫുഡും അത്ര പോരാ. ബില്ല് ഭയങ്കര ഇച്ചിരി കോസ്റ്റ്ലിയായിട്ട് എനിക്ക് ബില്ല് തോന്നിയിരിക്കും.